നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. വിശ്വസിക്കുന്നവർക്ക് മഹത്വം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലവേഴ്സിൻ്റെ എനർജി കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നതുമായ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു സപ്പോർട്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായി കാണുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് കുറേ നാളായിട്ട് വിവാഹ ആലോചനകളോ അല്ലെങ്കിൽ വിവാഹമോ നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഇവിടെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. ഒരു ഗ്രോത്താണ് കടന്നു വരുന്നത്. ഇതുവരെയും നിങ്ങൾക്ക് ഏതെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മുന്നോട്ടുള്ള പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറ്റി നിങ്ങൾക്കൊരു എനർജി ലഭിക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ പുതിയ ചില കാര്യങ്ങൾ കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, മാനസികമായി തളർന്നിരുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നു. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില സമയത്ത് ശരിയായ രീതിയിലൊരു തീരുമാനം എടുക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്കൊരു മാനസിക ബലമില്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മകൾ? സ്റ്റക്കായിരുന്ന ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചു ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം കടന്നു വരുന്നു. 9 ഓഫ് പെൻറ്റിക്കിളാണ് വരുന്നത്. മിസ്സിങ് ആയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാകാം, റിലേഷൻഷിപ്പ് ആകാം. ഓക്കെ, ഇവിടെയും 9, ഇതും 9 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലവേഴ്സിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനെ വളരെ ഭയത്തോടു കൂടി കണ്ടിരുന്നുവെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ ഭയത്തോടെയോ കണ്ടിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനെ നിങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം, വളരെ സമാധാനപൂർവ്വം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ പ്രപഞ്ചത്തിൽ നിന്നും മുഖ്യദൂതൻ നിങ്ങളെ സഹായിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. പല പ്രാവശ്യം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടും നിങ്ങൾ താഴെ വീണു പോകുന്ന എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ തളർത്തിയിരുന്നതായിട്ടുള്ള, നിങ്ങളുടെ ഉറക്കത്തെ നശിപ്പിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു മാനസിക സിറ്റുവേഷനെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഉള്ളിൽ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി കടന്നു വന്നിരിക്കുന്നത്? ഓക്കെ, അബൻഡൻസ് ആണ് കടന്നു വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടമായി പോയ ചില കാര്യങ്ങൾ, നിങ്ങളുടെ പൂർവിക സ്വത്തുക്കൾ തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിഷേധിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ, ചില വഴികൾ ഇവിടെ ഓപ്പൺ ആകുന്നതായിട്ടാണ് കാണുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ കുറേ നാളായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് കടന്നു പോകുന്നതിന്, ഇപ്പോൾ ഇസ്രായേലും മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കാതെ ഇരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. 6 നമ്പറാണ് വന്നിരിക്കുന്നത്. റിലേഷനും സാമ്പത്തികപരമായിട്ടുമുള്ള ഗ്രോത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുറേ നാളായിട്ട് നിങ്ങളൊന്നിൻ്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അത് റിലേഷൻ ആയാലും ശരി തന്നെ, സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് ഗിവ് മി മദർ യൂണിവേഴ്സ്. ക്വീൻ ഓഫ് സോളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, തളർന്നിരുന്ന അല്ലെങ്കിൽ മാനസിക ബലം നഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അലട്ടിയിരുന്നതായിട്ടുള്ള, മാനസികമായി തകർത്തിരുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പാണ് വരുന്നത്. ഓക്കെ, 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി എന്ത് ഒരുക്കമാണ് നിങ്ങളിലേക്ക് കടന്നു വരേണ്ടത്, എന്ത് മാറ്റമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്? പ്ലീസ് ഗിവ് മി മദർ യൂണിവേഴ്സ്. ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്താണ്? ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിരുന്നാൽ യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് വാങ്ങുവാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ നിരന്തരമായിട്ട് നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തിയിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനെ ലഭിക്കണം. ഓക്കെ, നമുക്ക് പലപ്പോഴും ഞാൻ അത് വിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ അത് കാണാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വൃദ്ധൻ തൻ്റെ തലയിൽ വളരെ ചുമടും കൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്നത് കണ്ടിട്ട് ഒരു കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഇത്രയും ഭാരവുമായി നിങ്ങൾ നടക്കുന്നതല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാം, എൻ്റെ കാളവണ്ടിയിൽ കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞ് വൃദ്ധനെ കാളവണ്ടിയിൽ കയറാൻ അനുവദിച്ചുകൊണ്ട് കാളവണ്ടി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് വെച്ച് കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വൃദ്ധൻ്റെ തലയിൽ അപ്പോഴും ആ ഭാരം ഇരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ ആ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെക്കൂ. അപ്പം വൃദ്ധൻ പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ ഭാരം അല്ലേ കാളവണ്ടിക്ക് വഹിക്കേണ്ടതായിട്ടുള്ളൂ, ഈ ഭാരം എൻ്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചിരുന്നാലും പ്രപഞ്ചം എത്രത്തോളം നമ്മൾ റിലാക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ അവസരങ്ങൾ കൊണ്ട് തരുമ്പോഴും നമ്മൾ ആ ഭാരത്തെ വിട്ട് കളയത്തില്ല. അപ്പോഴും നമ്മുടെ തലയിൽ തന്നെ ആ ഭാരത്തെ വെച്ചിരിക്കും. അപ്പോൾ അതെല്ലാം പൂർണ്ണമായും റിലീസ് ചെയ്യുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ബ്ലെസ്സിങ് നമ്മളെ തേടി എത്തുന്നത്. ഓക്കെ, ഇവിടെ സണ്ണിൻ്റെ എനർജിയാണ്. 1 + 9 10 ആണ്. സണ്ണിൻ്റെ എനർജിയിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 17 വന്നിരിക്കുന്നു. 1 + 7 8 ആണ്. സാമ്പത്തികവും ജോലി സംബന്ധമായിട്ടുള്ള ഗ്രോത്തിനെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ സറണ്ടർ ചെയ്യുക. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില സിറ്റുവേഷനുകളുണ്ട്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് മാറ്റാൻ കഴിയുന്നത് നമ്മളുടെ മാനസിക അവസ്ഥയും നമ്മുടെ സിറ്റുവേഷനെയും നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ സാധിക്കുന്നത്. മറ്റൊരാളെ മാറ്റുവാനോ അല്ലെങ്കിൽ അവരിലൊരു മാറ്റം സൃഷ്ടിക്കുവാനോ നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെക്കൊണ്ട് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കാത്ത സിറ്റുവേഷനെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ഒരു കാര്യത്തിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി ചെല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും നേരെയായി നമുക്ക് ലഭിക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാനസിക ബലത്തെ നേരെയാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നേരെയാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക.
നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്, അതിങ്ങനെ മനസ്സിൽ വെച്ച് ടെൻഷനാക്കി നമുക്ക് BP ഹൈ ആക്കി നമ്മുടെ മാനസിക നില കളഞ്ഞ് ഉറക്കമില്ലാതാക്കി വിശപ്പില്ലാതാക്കി നമുക്ക് ഡിപ്രഷൻ അടിച്ച് BP ഹൈ ആക്കി ഒക്കെ ഹാർട്ട് അറ്റാക്ക് ആക്കി കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതല്ലാണ്ട് മറ്റൊന്നും അതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മളിത് ഇത്രയും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ നമ്മൾ ഇതിന് കാരണമാകുന്ന വ്യക്തികൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇതിത്ര നമ്മുടെ മനസ്സിൽ വെച്ചിരുന്ന നമുക്ക് മാത്രമായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് നമ്മളിൽ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് റിലീസ് ചെയ്ത് ഇനി നമ്മളെ കൊണ്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളിലേക്ക് ഒന്നും വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിലീസ് ചെയ്യുക. അതിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ സ്വീകരിക്കുവാൻ, പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിക്കുവാനുള്ള ഒരു പൊസിഷൻ സ്റ്റേജിലേക്ക് നമ്മളെത്തും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യമാണെങ്കിലും എന്നെ അവർ ചീറ്റ് ചെയ്തു, എൻ്റെ ജീവിതം നശിപ്പിച്ചു, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ പിറകെ നടന്നവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എവിടെ പോയിരുന്നാലും അവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനെ റിലീസ് ചെയ്തിട്ട് ആ സിറ്റുവേഷനോട് താങ്ക് യു, ഫോർഗീവ് മീ, ഐ ലവ് യു, എൻ്റെ തെറ്റാണ്, എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഞാൻ മനസ്സിലാക്കാതെ ഞാൻ എന്നെ തന്നെ ചില കാര്യങ്ങളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു, എൻ്റെ സമയത്തെ ഞാൻ വെറുതെ കളഞ്ഞു, അതിൽ എന്നോട് ക്ഷമിക്കുക, താങ്ക് യു, ഫോർഗീവ് മീ, ഐ ലവ് യു എന്ന് പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ റിലീസ് ചെയ്യുക. ഇതൊരു 108 പ്രാവശ്യമെങ്കിലും നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം സാധിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.